ഹലോ എവരി വൺ, വെൽക്കം ടു ആസ്പിറൻസ് അക്കാഡമി. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 29 ജൂണിൽ നടന്ന വിമൻ CPO എക്സാമിൻ്റെ അനാലിസിസും പിന്നെ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ എക്സ്ട്രാ പോയിൻറ്സും പറഞ്ഞു പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു, താഴെ പറയുന്ന ഏത് പ്രസ്താവനകളാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തെ സംബന്ധിച്ച് ശരിയായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ അവർ കൊടുത്തിട്ടുള്ളത്, ഇതിൻ്റെ ആൻസർ ആണെങ്കിൽ ഓപ്ഷൻ സി ആണ്. അതായത് 2, 3, 4 ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് ആൻസർ. അതായത് ഇത് സ്റ്റാർട്ട് ചെയ്തത് 1931 നവംബർ 1-നാണ്. നവംബർ 12 എന്നുള്ള ആ ഡേറ്റ് തെറ്റാണ്. 1931 നവംബർ 1-ാം തീയതിയാണ് ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത്. പി കൃഷ്ണപിള്ളയും മന്നത്ത് പത്മനാഭനും സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത നേതാക്കൾ തന്നെയാണ്. ഇതിനു പുറമെ കെ കളപ്പനുണ്ട്. ഇനി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കുള്ള എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശനം നൽകുക എന്നത് തന്നെയായിരുന്നു നമ്മുടെ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. എന്നാൽ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ലക്ഷ്യമാണെങ്കിലും അത് നടപ്പാതയിലുള്ള ആൾക്കാരുടെ പ്രവേശനം, അല്ലെങ്കിൽ നടപ്പാതയിൽ കൂടെ അഹിന്ദുക്കൾക്കല്ല അവർണരായിട്ടുള്ളവർക്കും അഹിന്ദുക്കൾക്കും പോകാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുക എന്നതായിരുന്നു. പക്ഷേ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ ഹിന്ദുക്കൾക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പ്രവേശനം എന്ന് തന്നെയായിരുന്നു. 1932 ഒക്ടോബർ 2-ാം തീയതി സത്യാഗ്രഹം അവസാനിപ്പിച്ചു. ശരിക്കും 1932 ഒക്ടോബർ 2-ാം തീയതി കേളപ്പൻ നിരാഹാര സത്യാഗ്രഹം ഇരുന്നിരുന്നു. ആ സത്യാഗ്രഹം കേരളത്തിൽ അവസാനിപ്പിച്ച ഡേറ്റ് കറക്റ്റാണ്. 32 ഒക്ടോബർ 2-ാം തീയതി നമ്മുടെ മഹാത്മാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരമാണ് അവസാനിപ്പിച്ചത്. അതിനുശേഷം നമ്മുടെ ഗുരുവായൂർ സ്ഥിതി ചെയ്യുന്ന പൊന്നാനി താലൂക്കിൽ ഒരു ജനഹിത പരിശോധനയൊക്കെ നടത്തുകയുണ്ടായി. ഈ ജനഹിത പരിശോധനയിൽ ശരിക്കും ഗുരുവായൂർ സത്യാഗ്രഹം ഒരു വിജയമായിരുന്നില്ല. കാരണം ജനഹിത പരിശോധനയിൽ ഇവർക്ക് ഫേവറബിൾ ആയിട്ട് വരികയുണ്ടായില്ല. പക്ഷേ ഐത്തത്തിനെതിരെ ഒരു സമരം നടക്കുകയും അത് ഐത്തത്തിനെതിരെ അങ്ങനെ ആ ഒരു സംഭവം വേണ്ട എന്നുള്ള രീതിയിൽ ഒരു വിജയം കണ്ടെത്തിയതല്ലാതെ ഗുരുവായൂർ ഹിന്ദുക്കളായ അവർണർക്ക് കയറാനുള്ള സ്വാതന്ത്ര്യമൊന്നും, എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശിക്കാനുള്ള സ്വാതന്ത്ര്യമൊന്നും ഗുരുവായൂർ സത്യാഗ്രഹം കിട്ടിയില്ല. കാരണം ജനഹിത പരിശോധന അവിടെ ഫെയിലാവുകയായിരുന്നു ചെയ്തത്. ഓക്കെ, ഇത് ക്വസ്റ്റ്യൻ ഞാൻ പ്രൊവിഷണൽ നോക്കിയിട്ടാണ് എൻ്റെ ആൻസർ മാർക്ക് ചെയ്തിട്ട് പറയുന്നത്. എന്നാലും ഞാൻ എന്തെങ്കിലും തെറ്റും ഞാൻ റെഫർ ചെയ്തിട്ട് തന്നെയാണ് ആൻസർ പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും ഫൈനൽ കീ കൂടെ നോക്കിയിട്ട് മാത്രം ഇത് ബ്ലൈൻഡ്ലി ഫോളോ ചെയ്താൽ മതി. അപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ക്യാൻസലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതും കൂടെ ചെക്ക് ചെയ്തിട്ട് വേണം ഇതിൽ ആൻസർ നോക്കാം. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഗൈഡിൽ തന്നെ നോക്കിയിട്ടാണ് പറയുന്നത്. പക്ഷേ ലാസ്റ്റിൽ ആൻസർ കീ വരുമ്പോൾ ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്താൽ നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ക്ഷേത്രപ്രവേശനത്തിനും ഐത്യത്തിനും എതിരായി നടന്ന സമരമാണ് നമ്മുടെ ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഗുരുവായൂർ സത്യാഗ്രഹം നമ്മൾ പറഞ്ഞു, ഗുരുവായൂർ ക്ഷേത്രം സ്ഥിതി ചെയ്തത് പൊന്നാനി താലൂക്കിലാന്ന് പറഞ്ഞു. ഇത് സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് പഠിക്കുക 1931 നവംബർ 1. എൻഡ് ചെയ്ത ഡേറ്റ്, നമ്മുടെ സത്യാഗ്രഹം എൻഡ് ചെയ്ത ഡേറ്റ് ആണെങ്കിൽ 1932 ഒക്ടോബർ 2-ാം തീയതിയാണ്. ഇനി ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവ് ചോദിച്ചത് കെ കളപ്പനാണ് കേട്ടോ. പ്രധാന നേതാവ് കെ കളപ്പനും. ഇനി ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ സെക്രട്ടറിയാണ് കെ കളപ്പനും. പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ മന്നത്ത് പത്മനാഭനുമായിരുന്നു. ഇനി ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ചോദിച്ചാൽ അത് നമ്മുടെ AKG ആണ്. നമ്മുടെ AK ഗോപാലനാണ് വോളണ്ടിയർ ക്യാപ്റ്റനായിട്ട് വരുന്നത്. അല്ലാതൊരു ക്യാപ്റ്റൻ, നമ്മുടെ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ക്യാമ്പയിൻ്റെ ക്യാപ്റ്റൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് സുബ്രഹ്മണ്യ തിരുമുമ്പാണ് കേട്ടോ. ക്യാമ്പയിൻ്റെ ക്യാപ്റ്റൻ ചോദിച്ചാൽ സുബ്രഹ്മണ്യ തിരുമ്പും. വോളണ്ടിയർ ക്യാപ്റ്റൻ ആണെങ്കിൽ AKGയുമാണ്. ഇനി കേരളത്തിൻ്റെ പാടുന്ന പടവാൾ എന്നറിയപ്പെടുന്ന ആളാണ് സുബ്രഹ്മണ്യ തിരുമുമ്പ്. കേരളത്തിൻ്റെ പാടുന്ന പടവാൾ എന്നറിയപ്പെടുന്ന ആരാന്ന് ചോദിച്ചാൽ സുബ്രഹ്മണ്യ തിരുമുമ്പാണ്. അങ്ങനെ സുബ്രഹ്മണ്യ തിരുമുമ്പിനെ വിളിച്ചത് EMS നമ്പൂതിരിപ്പാടാണ്. സുബ്രഹ്മണ്യ തിരുമുമ്പിന് അങ്ങനെ ഒരു ബഹുമതി കൊടുത്തത് നമ്മുടെ EMS നമ്പൂതിരിപ്പാടാണ്. ഇനി ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണി മുഴക്കിയ ആദ്യ ആ ബ്രാഹ്മണൻ ആരാന്ന് ചോദിച്ചാൽ അതാണ് നമ്മുടെ പി കൃഷ്ണപിള്ള. കേരളത്തിൻ്റെ ഫസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാരൻ എന്നൊക്കെ അറിയപ്പെടുന്ന ആളായ പി കൃഷ്ണപിള്ളയാണ് മണി മുഴക്കിയത്. ഇനി നമ്മുടെ ഗുരുവായൂർ സത്യാഗ്രഹം നേതൃത്വം നൽകിയ പ്രസ്ഥാനം ചോദിച്ചാൽ, ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രസ്ഥാനമാണെങ്കിൽ അത് നമ്മുടെ KPCC പ്രസ്ഥാനമാണ്. കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റി. KPCC ആണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് ഇത് കൊടുത്ത പ്രസ്ഥാനം ചോദിച്ചാൽ അത് KPCC ആണ്. KPCCയിലെ ഏത് സമ്മേളനത്തിലാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് പ്രമേയം പാസ്സാക്കിയതെന്ന് ചോദിച്ചാൽ അത് 1931 KPCC സെഷനാണ്. ഇത് എവിടെയാണ് 1931 സെഷൻ നടന്നതെന്ന് ചോദിച്ചാൽ അത് വടകരയിലാണ് കേട്ടോ. വടകരയിൽ നടന്നതാണ്. ആരുടെ അധ്യക്ഷതയിലാണെന്ന് ചോദിച്ചാൽ സെൻ ഗുപ്തയുടെ അധ്യക്ഷതയിൽ വടകരയിൽ നടന്നതാണ്. സ്ത്രീകൾ പങ്കെടുത്ത KPCCൻ്റെ സെഷൻ ചോദിച്ചു കഴിഞ്ഞാൽ വടകരയാണ്. അപ്പോൾ ആ വടകര സെഷനിലാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ പ്രമേയം പാസ്സാക്കപ്പെട്ടത്. അതിൻ്റെ അധ്യക്ഷനാണെങ്കിൽ അത് സെൻ ഗുപ്തയാണ്. പിന്നെ ഇതിൻ്റെ ലക്ഷ്യം നമ്മൾ പറഞ്ഞു, എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഗുരുവായൂർ സത്യാഗ്രഹത്തിനെ പറ്റി നോക്കാനുള്ളത്.
പിന്നെ നോക്കാനുള്ളത് നമ്മുടെ 1931 വടകരയിൽ നടന്നത് എന്താണ്, അഞ്ചാമത്തെ നമ്മുടെ കേരള KPCCൻ്റെ അഞ്ചാമത്തെ, വേണമെങ്കിൽ ചോദിക്കാം KPCCൻ്റെ അഞ്ചാമത്തെ പ്രവിശ്യ സമ്മേളനത്തിലായിരുന്നു ഇതിൻ്റെ പ്രമേയം പാസ്സാക്കിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാണ്. അഞ്ചാമത്തെ KPCC സമ്മേളനത്തിലാണ് ഇതിൻ്റെ പ്രമേയം പാസ്സാക്കിയത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ 4 പ്രധാന സംഭവങ്ങളും അവ നടന്ന വർഷങ്ങളും താഴെ നൽകുന്നു. ഇതിന് ചേരുംപടി ചേർത്ത് ശരിയായത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് വരുന്നത്. അതായത് രണ്ടാം വട്ടമേശ സമ്മേളനം നടന്നത് 1931, പ്രവിശ്യകളിലെ കോൺഗ്രസ് മന്ത്രിസഭ രാജിവെച്ചതാണെങ്കിൽ അത് 1939 പ്രവിശ്യയിലെ കോൺഗ്രസ് മന്ത്രിസഭ രാജിവെച്ചത് 1939. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചത് 1922. ഇനി ബർദോളി സത്യാഗ്രഹം നടന്നത് 1928 ആണ്. ഓക്കെ, അപ്പം നമ്മുടെ രണ്ടാം വട്ടമേശ സമ്മേളനത്തിൻ്റെ ഡേറ്റ് നമ്മൾ പറഞ്ഞു 1931. അപ്പോൾ ഒന്നാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം പഠിച്ചത് 1930 നവംബർ 12 കേട്ടോ. ഒന്നാം വട്ടമേശ സമ്മേളനം നടന്നത് 1930 നവംബർ 12 ലണ്ടനിലാണ് നടന്നത്. ഈ ഒന്നാം വട്ടമേശ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത രാജാവ് ചോദിച്ചാൽ ജോർജ് അഞ്ചാമനാണ് കേട്ടോ. ഒന്നാം വട്ടമേശ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതും ഈ 3 വട്ടമേശ സമ്മേളനത്തിൻ്റെ ടൈമിലുള്ള ബ്രിട്ടനിലെ രാജാവ് ചോദിക്കാം, അത് ജോർജ് അഞ്ചാമനാണ്. ഇനി ആ ടൈമിലുള്ള ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണെങ്കിൽ അത് റാംസേ മക്ഡൊണാൾഡ് ആണ്. നമ്മുടെ കമ്മ്യൂണൽ അവാർഡൊക്കെ കമ്മ്യൂണൽ അവാർഡൊക്കെ സൈൻ ചെയ്ത ടൈമിലുള്ള റാംസേ മക്ഡൊണാൾഡ് തന്നെയാണ് ഒന്നാം വട്ടമേശ സമ്മേളനത്തിൻ്റെ ടൈമിൽ നമ്മുടെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. ഇനി ഒന്നാം വട്ടമേശ സമ്മേളനത്തിൻ്റെ ടൈമിൽ ബ്രിട്ടീഷിലെ വൈസ്രോയ് ചോദിച്ചാൽ അത് ഇർവിൻ പ്രഭുവാണ് കേട്ടോ. ബ്രിട്ടീഷ് വൈസ്രോയ് ആണെങ്കിൽ അത് ഇർവിൻ പ്രഭുവാണ്. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് കുറേ പ്രതിനിധികളൊക്കെ പങ്കെടുത്തു. അത് എല്ലാവരും ഒന്നും നമുക്ക് പഠിക്കുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പം ചില പ്രധാന ആൾക്കാരെ പഠിക്കുക. അതായത് 3 വട്ടമേശ സമ്മേളനത്തിലും പങ്കെടുത്ത 2 പേരുണ്ട്. അത് ദളിതരെ റെപ്രസെൻറ്റ് ചെയ്ത് പോയ നമ്മുടെ BR അംബേദ്കറും. പിന്നെ BR അംബേദ്കർ ഒരു കോൺഗ്രസ്കാരനല്ല എന്നതുകൂടി ശ്രദ്ധിക്കുക. കോൺഗ്രസിനെ ഒരിക്കലും പ്രതിനിധീകരിച്ച് പോയതുമല്ല, ഒരു കോൺഗ്രസ്കാരനല്ല, ദളിത വിഭാഗത്തിനെ പ്രതിനിധീകരിച്ച് പോയതാണ് നമ്മുടെ BR അംബേദ്കർ. അതേപോലെ നമ്മുടെ സ്വതന്ത്ര വിഭാഗത്തെ, അല്ലെങ്കിൽ സ്വതന്ത്രനായിട്ട് നമ്മുടെ ഈ വട്ടമേശ സമ്മേളനം പങ്കെടുത്താൻ പോയ ആളാണ് തേജ് ബഹദൂർ സപ്രു. ഈ തേജ് ബഹദൂർ സപ്രുവും BR അംബേദ്കറും 3 വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത ആൾക്കാരാണ്. അതേപോലെ 3 വട്ടമേശ സമ്മേളനത്തിലും പങ്കെടുത്ത വനിതയുണ്ട്, അതാണ് ബീഗം ജഹനാര ഷാനവാസ്. വനിത ചോദിക്കാറുണ്ട്, അത് ബീഗം ജഹനാര ഷാനവാസ് ആണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് രണ്ടാം വട്ടമേശ സമ്മേളനമാണ്. രണ്ടാം വട്ടമേശ സമ്മേളനം 1931 സെപ്റ്റംബറിലാണ് ലണ്ടനിൽ വെച്ച് നടന്നത്. ഒന്നാമത്തെയും അതുപോലെ തന്നെ മൂന്നാമത്തെ വട്ടമേശ സമ്മേളനങ്ങൾ നമ്മുടെ കോൺഗ്രസ് ബഹിഷ്കരിക്കുകയുണ്ടായി. പക്ഷേ രണ്ടാം വട്ടമേശ സമ്മേളനം നമ്മുടെ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് നമ്മുടെ ഗാന്ധിജി പങ്കെടുക്കുകയുണ്ടായി. ഗാന്ധിജിയുടെ ഉപദേഷ്ടാവായിട്ട് നമ്മുടെ മദൻ മോഹൻ മാളവ്യയും ഇതിൽ പങ്കെടുത്തു. അതുപോലെ തന്നെ സരോജിനി നായിഡുവും ഈ രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തവരാണ്. ഇനി രണ്ടാം വട്ടമേശ സമ്മേളനം പങ്കെടുക്കാൻ കാരണമായിട്ടൊരു ഉടമ്പടിയുണ്ട്, അതും കൂടെ പഠിക്കണം. അത് ഗാന്ധി ഇർവിൻ ഉടമ്പടിയാണ്. ഇനി നമ്മുടെ രണ്ടാം വട്ടമേശ സമ്മേളനമാണ് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കുന്നതിന് പ്രേരകമായത് എന്നൊരു പോയിന്റും കൂടെ പഠിച്ചു വെക്കാം കേട്ടോ. പ്രേരകമായത് രണ്ടാം വട്ടമേശ സമ്മേളനമാണ്. പിന്നെ നടന്നത് നമ്മുടെ മൂന്നാം വട്ടമേശ സമ്മേളനമാണ്. അത് നടന്ന വർഷം ചോദിച്ചാൽ 1932 നമ്മുടെ മൂന്നാം വട്ടമേശ സമ്മേളനം. 32 നവംബറിൽ കേട്ടോ. 32 നവംബർ മാസത്തിലാണ് നടന്നത്. അതിൽ നമ്മുടെ കോൺഗ്രസിൻ്റെ പ്രതിനിധികളോ അല്ലെങ്കിൽ അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടീൻ്റെ പ്രതിനിധികളൊന്നും തന്നെ പങ്കെടുക്കാത്തൊരു വട്ടമേശ സമ്മേളനമായിരുന്നു മൂന്നാമത്തത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുമ്പോൾ 2, 3 വട്ടമേശ സമ്മേളന ടൈമിൽ വൈസ്രോയ് വില്ലിംഗ്ടൺ പ്രഭുവാണ് കേട്ടോ. ഫസ്റ്റിൽ മാത്രമാണ് ഇർവിൻ പ്രഭു ഉണ്ടായിരുന്നത്. 31 ഇർവിൻ പ്രഭുവിൻ്റെ അതിൻ്റെ കാലാവധി കഴിഞ്ഞ് പിന്നെ നമ്മുടെ വൈസ്രോയ് ആയിട്ട് നിയമിതനായത് നമ്മുടെ വില്ലിംഗ്ടൺ പ്രഭുവാണെന്നും കൂടി ഓർത്തിരിക്കാം. ഇനി അടുത്ത പ്രവിശ്യകളിലെ കോൺഗ്രസ് മന്ത്രിസഭ രാജിവെച്ചത് 1939 പറഞ്ഞു. അപ്പോൾ നമ്മുടെ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം 1936-37 ശൈത്യകാലത്ത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ പ്രവിശ്യ തെരഞ്ഞെടുപ്പ് നടന്നു. അപ്പോൾ ഏത് നിയമപ്രകാരമാണ് 1937 ഇന്ത്യയിൽ ഒരു പ്രവിശ്യ സമ്മേളനം നടന്നതെന്ന് ചോദിച്ചാൽ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം 13 പ്രവിശ്യകളിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. 13 പ്രവിശ്യകളിൽ മദ്രാസ്, സെൻട്രൽ പ്രവിശ്യകൾ, ബീഹാർ, ഒറീസ, യുണൈറ്റഡ് പ്രവിശ്യകൾ, ബോംബെ പ്രസിഡൻസി, ആസാം, വടക്കു പടിഞ്ഞാറൻ അതിർത്തി പ്രവിശ്യ, ബംഗാൾ, പഞ്ചാബ്, സിന്ധ്, ഇങ്ങനെ 13 പ്രവിശ്യകളിലാണ് അന്ന് തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നത്. അതിൽ നമ്മുടെ ഇൻ്റർനാഷണൽ കോൺഗ്രസ് തന്നെയാണ് വിജയം കൈവരിച്ചതും. മുസ്ലിം ലീഗിന് ഒരു പ്രവിശ്യയിൽ പോലും സീറ്റുകൾ ലഭിച്ചില്ല എന്നത് ഒരു വസ്തുതയാണ്. അപ്പം INC കുറേ സീറ്റുകൾ വാരി, അല്ലെങ്കിൽ INC ജയിച്ച പ്രവിശ്യകളിലെല്ലാം നമ്മുടെ മുസ്ലിം ലീഗിന്, അഖിലേന്ത്യാ മുസ്ലിം ലീഗ് എല്ലാത്തിലും പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
1939 ഒക്ടോബറിലും നവംബറിലും കോൺഗ്രസ് മന്ത്രിസ്ഥാനങ്ങൾ രാജിവെച്ചു. അത് 1939 എന്തുകൊണ്ട് രാജിവെച്ചു എന്ന് ചോദിച്ചാൽ നമ്മുടെ അന്നത്തെ വൈസ്രോയ് ആയിരുന്ന ലോർഡ് ലില്ലിത്ഗോ, 1939 വൈസ്രോയ് ലോർഡ് ലില്ലിത്ഗോ ആണ്. ലോർഡ് ലില്ലിത്ഗോയുടെ നടപടിക്രമങ്ങളിൽ പ്രതിഷേധിച്ചാണ് ഈ 1939 കോൺഗ്രസ് സ്ഥാനം രാജിവെച്ചത്. അതായത് ആ ടൈമിൽ എന്ത് നടക്കുന്നത്, 1939 ഒരു വലിയൊരു വാർ സ്റ്റാർട്ട് ചെയ്തില്ലേ, സെക്കൻഡ് വേൾഡ് വാർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇന്ത്യക്കാർ ബ്രിട്ടീഷുകാരുടെ കൂടെ നിന്ന് ജർമ്മനിക്കെതിരെ പോരാടുമെന്ന് ലില്ലിത്ഗോ ഒരു അനൗൺസ്മെൻറ്റ് നടത്തി. നമ്മുടെ ഇന്ത്യക്കാരോട് ചോദിക്കാതെയാണ് ഇങ്ങനൊരു അനൗൺസ്മെൻറ്റ് നടത്തിയതും ഇന്ത്യക്കാരെ വേൾഡ് വാറിലേക്ക് പിടിച്ചിട്ടതും. അപ്പോൾ അതിൽ പ്രതിഷേധിച്ച് 1939 നമ്മുടെ കോൺഗ്രസ് പ്രവിശ്യ മന്ത്രിസഭ പിരിച്ചുവിടുകയുണ്ടായി. ഓക്കെ, അപ്പോൾ അങ്ങനെ 1939 സെപ്റ്റംബർ 3 ഇന്ത്യയുടെ വൈസ്രോയ് ആയിരുന്ന ലോർഡ് ലില്ലിത്ഗോ എന്ത് ചെയ്തു, ഇന്ത്യ ബ്രിട്ടനൊപ്പം ജർമ്മനിയുമായി യുദ്ധത്തിലാണെന്ന് പ്രഖ്യാപിച്ചു. അപ്പോൾ അത് ഇന്ത്യക്കാരോട് മുൻകൂട്ടി കൂടിയാലോചിക്കാതെയാണ് എന്ന കാരണത്താൽ ഇത് നമ്മുടെ കോൺഗ്രസ് ശക്തമായി എതിർക്കുകയുണ്ടായി. ഒരു കേന്ദ്ര ഇന്ത്യൻ ദേശീയ സർക്കാർ രൂപീകരിക്കുകയും യുദ്ധാനന്തരം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് പ്രതിജ്ഞാബദ്ധരാവുകയും ചെയ്താൽ സഹകരിക്കുമെന്നാണ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി നിർദ്ദേശിച്ചത്. മുസ്ലിം ലീഗ് ആണെങ്കിലോ ബ്രിട്ടീഷുകാർക്ക് തങ്ങളുടെ പിന്തുണ വാഗ്ദാനം ചെയ്തു. കാരണം മുസ്ലിം ലീഗിന് ഒരു സീറ്റ് പോലും ലഭിച്ചില്ലല്ലോ. അപ്പോൾ അവരെന്ത് ചെയ്തു, അവർ ഡയറക്റ്റായിട്ട് നമ്മുടെ ബ്രിട്ടീഷുകാർക്ക് അവരുടെ ഹെൽപ്പ് വാഗ്ദാനം ചെയ്തു. നിർണായകവും പ്രയാസകരവുമായ ഘട്ടത്തിൽ മാന്യമായ സഹകരണത്തിലൂടെ സാമ്രാജ്യത്തെ സഹായിക്കാൻ ജിന്ന മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്തു. അതേസമയം മുസ്ലിങ്ങൾക്ക് കൂടുതൽ സംരക്ഷണം നൽകണമെന്ന് വൈസ്രോയോട് ആവശ്യപ്പെട്ടു. ഇതായിരുന്നു ജിന്നയുടെ ആവശ്യം. തൃപ്തികരമായ ഒരു പ്രതികരണവും സർക്കാർ മുന്നോട്ട് വെച്ചില്ല. ഉപദേശക പ്രവർത്തനങ്ങൾക്കായി ഒരു കൺസൾട്ടേറ്റീവ് കമ്മിറ്റി രൂപീകരിക്കാൻ മാത്രമേ വൈസ്രോയ് ലില്ലിത്ഗോയ്ക്ക് കഴിയൂ. അങ്ങനെ ലില്ലിത്ഗോ കോൺഗ്രസിൻ്റെ ആവശ്യങ്ങൾ നിരസിച്ചു. 1939 ഒക്ടോബർ 22 എല്ലാ കോൺഗ്രസ് മന്ത്രിസഭകളോടും രാജി സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടു. വൈസ്രോയ് ലില്ലിത്ഗോയും മുഹമ്മദ് അലി ജിന്നയും രാജിയിൽ സന്തുഷ്ടരായിരുന്നു. അങ്ങനെ അവരെന്ത് ചെയ്തു, മന്ത്രിസഭ രാജിവെച്ചു. ഇതായിരുന്നു മെയിൻ കാരണം കേട്ടോ. അടുത്ത നമ്മുടെ ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ച ഡേറ്റാണ് 1922. അത് എന്തിൻ്റെ റീസൺ കാരണമാണ് ഗാന്ധിജി നമ്മുടെ നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചതെന്ന് ചോദിച്ചാൽ നമ്മുടെ UP നടന്ന ചൗരി ചൗര ഇൻസിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്, നമ്മുടെ 22 പോലീസുകാരെ കൊന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചത്. 1922 ഫെബ്രുവരി 5 സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നടന്നൊരു സംഭവമാണ് നമ്മുടെ ഈ ചൗരി ചൗര പോലീസ് സ്റ്റേഷൻ്റെ ആക്രമണം. അപ്പോൾ ഡേറ്റ് പഠിക്കുക, 1922 ഫെബ്രുവരി 5 ആ സംഭവം നടന്നത്. ചൗരി ചൗരയിൽ പ്രകടനം നടത്തിയിരുന്ന ജനക്കൂട്ടത്തിന് നേരെ പോലീസ് വെടിവെച്ചതിനെ തുടർന്ന് പ്രതിഷേധിച്ച ജനങ്ങൾ എന്ത് ചെയ്തു, പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയും 22 പോലീസുകാരെ മരിക്കുവാൻ കാരണമാവുകയും ചെയ്ത സംഭവമാണ് UPയിലെ ചൗരി ചൗരയിൽ നടന്നത്. ഗോരഖ്പൂർ ജില്ലയിലാണ് കേട്ടോ, UPയിലെ ഗോരഖ്പൂർ ജില്ലയിലെ ചൗരി ചൗര സംഭവം. ഇനി ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചൊരു ഡേറ്റ് ഉണ്ട്. അത് 1922 ഫെബ്രുവരി 11 കേട്ടോ. പിൻവലിച്ചത് ഫെബ്രുവരി 11. നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവനായി നിർത്തലാക്കിയത് 1922 ഫെബ്രുവരി 12. അപ്പോൾ പ്രസ്ഥാനം പിൻവലിച്ചത് ഫെബ്രുവരി 11. ഇനി പൂർണ്ണമായിട്ട് പ്രവർത്തനങ്ങൾ നിർത്തലാക്കിയത് 1922 ഫെബ്രുവരി 12. നിസ്സഹകരണ പ്രസ്ഥാനത്തെ തുടർന്ന് ഗാന്ധിജി അറസ്റ്റ് ചെയ്തൊരു ദിവസമുണ്ട്. അത് 1922 മാർച്ച് 10 നമ്മുടെ ഗാന്ധിജി അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. യർവാദ ജയിലിൽ പിടിച്ചിടുകയും ചെയ്തു. ഇനി ഗാന്ധിജിയുടെ വിചാരണ നടപ്പിലാക്കിയ ആ ടൈമിൽ ഗാന്ധിജിയുടെ വിചാരണ നടപ്പിലാക്കിയ ജഡ്ജിൻ്റെ പേര് ചോദിച്ചാൽ ജസ്റ്റിസ് CN ബ്രൂംഫീൽഡ് ആണ് കേട്ടോ. ജസ്റ്റിസ് CN ബ്രൂംഫീൽഡും ഏത് സംഭവത്തെയാണ് സുഭാഷ് ചന്ദ്രബോസ് ഒരു ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചതെന്ന് ചോദിച്ചാൽ അത് നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ച നടപടിയെയാണ് സുഭാഷ് ചന്ദ്രബോസ് ഒരു ദേശീയ ദുരന്തമെന്ന് പ്രഖ്യാപിച്ചത്. അതുപോലെ ചൗരി ചൗര സംഭവത്തെ തുടർന്ന് നിസ്സഹകരണ പ്രസ്ഥാനത്തെ ഹിമാലയൻ ബ്ലണ്ടർ എന്ന് വിശേഷിപ്പിച്ച ആരാന്ന് ചോദിച്ചാൽ അത് ഗാന്ധിജിയാണ്. 1922 നികുതി നൽകുന്നത് നിർത്തലാക്കിക്കൊണ്ട് സാരാബന്ദി പ്രക്ഷോഭം സംഘടിപ്പിച്ച നേതാവാരെന്ന് ചോദിച്ചാലോ അത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഓക്കെ, ബർദോളി സത്യാഗ്രഹം നടന്ന വർഷം 1928 നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തിൽ നടന്നതാണ്. ഗുജറാത്തിലാണ് ബർദോളി എന്ന് പറയുന്ന സ്ഥലമുള്ളത്. കർഷകരുടെ നികുതി അവരുടെ കർഷകർക്ക് ക്ഷാമമായിട്ട് പോലും അല്ലെങ്കിൽ കർഷകർക്ക് ദുരന്തങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ട് പോലും നമ്മുടെ ബോംബെ പ്രസിഡൻസി സർക്കാർ അവരുടെ നികുതി വെട്ടിക്കുറയ്ക്കാതെ അതേ റേറ്റിലുള്ള നികുതി പിരിക്കുകയും നികുതിയിൽ റേറ്റ് കൂട്ടുകയും ചെയ്തതിൻ്റെ പ്രതിഷേധമായിട്ട് സർദാർ വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഒരു സത്യാഗ്രഹമാണ് ബർദോളി സത്യാഗ്രഹം. ഈ ബർദോളി സത്യാഗ്രഹം എന്നിട്ട് വിജയം കണ്ടെത്തുകയുണ്ടായി. അതിനുശേഷമാണ് സർദാർ വല്ലഭായ് പട്ടേൽ വലിയൊരു നേതാവായിട്ട് ഉയർന്നു വന്നതും പട്ടേലിന് സർദാർ എന്ന പേര് നമ്മുടെ ഗാന്ധിജി നൽകുന്നതും ഈ ഒരു സംഭവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം.
ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളെ ശരിയായ കാലഗണനാക്രമത്തിൽ ക്രമീകരിക്കുക. ലോങ് മാർച്ച്, ചൈനയിലെ റിപ്പബ്ലിക് വിപ്ലവം, മഹത്തായ സാംസ്കാരിക വിപ്ലവം, ജപ്പാൻ ചൈന ആക്രമണം. ഇതിനെ കാലഗണനാക്രമത്തിൽ ക്രമീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിൽ നമ്മുടെ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്, ഓക്കെ നമുക്കത് ആൻസർ ചെയ്ത് പോകാം. ലോങ് മാർച്ച്, ചൈനയിൽ ലോങ് മാർച്ച് നടന്ന വർഷമാണ് 1934 കേട്ടോ. ലോങ് മാർച്ച് നടന്നത് 1934 മാവോ സേതുങ്ങിൻ്റെ നേതൃത്വത്തിലാണ് 1934 ലോങ് മാർച്ച് ചൈനയിൽ നടന്നത്. ഇനി ചൈനയിൽ റിപ്പബ്ലിക്കൻ വിപ്ലവം നടന്നത് 1911 ചൈനയിൽ വിപ്ലവം നടന്നു. അതനുസരിച്ച് ചൈന റിപ്പബ്ലിക് ആയത് 1912. അപ്പം ചിലപ്പം 1912 ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. റിപ്പബ്ലിക്കൻ വിപ്ലവം നടന്നത് 11, അതിനുശേഷം നമ്മൾ റിപ്പബ്ലിക് ആയതാണ് 12. ഓക്കെ, അപ്പോൾ 11 കൊടുക്കാം കേട്ടോ. റിപ്പബ്ലിക് വിപ്ലവം നടന്നത് 11. ഇനി അത് ആരുടെ നേതൃത്വത്തിലാണ് നമ്മുടെ ചൈനയിലെ റിപ്പബ്ലിക്കൻ വിപ്ലവം നടന്നതെന്ന് ചോദിച്ചാൽ അത് സന്യാട്സൻ ആണ് കേട്ടോ. അത് നമ്മുടെ സന്യാട്സൻ്റെ നേതൃത്വത്തിലാണ്. സന്യാട്സൻ്റെ നേതൃത്വത്തിലാണ് ചൈനയിൽ റിപ്പബ്ലിക്കൻ വിപ്ലവം 1911 നടന്നത്. ഇനി മഹത്തായ സാംസ്കാരിക വിപ്ലവമുണ്ട്, അത് 1966 നടന്നത്. മഹത്തായ സാംസ്കാരിക വിപ്ലവമാണെങ്കിൽ അത് നടന്നത് നമ്മുടെ മാവോ സേതുങ്ങിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ്. മാവോ സേതുങ്ങിൻ്റെ നേതൃത്വത്തിലാണ് സാംസ്കാരിക വിപ്ലവം നടന്നത് 1966. ഇനി ജപ്പാൻ ചൈനയെ ആക്രമിച്ചത് 1937 കേട്ടോ. ജപ്പാൻ ചൈനയെ ആക്രമിച്ചത് 1937. അപ്പോൾ ഇതനുസരിച്ച് ഇതിൽ ഒന്നാമത്തെ ആദ്യം വരുന്നത് ഏതാണ്? നമ്മുടെ ചൈന റിപ്പബ്ലിക്കൻ വിപ്ലവമായതാണ്. അപ്പം എന്ത് വരും? 2 വരും അല്ലേ. ഫസ്റ്റ് നടന്ന സംഭവം എന്ന് പറയുമ്പോൾ 2 വരും, പിന്നെ 1 വരും, പിന്നെ നമ്മുടെ 4 വരും, 3 വരും. അങ്ങനെ ഓപ്ഷൻ ഇല്ലേ? അപ്പോൾ ഡി ആണ് ആൻസർ വരുന്നത് കേട്ടോ. ഡി ആണ് ആദ്യം നടന്നത്. അപ്പോൾ ഇയറെല്ലാം കിട്ടിയല്ലോ, അതിൻ്റെ പ്രധാന നേതാക്കളെയും പഠിച്ചു വെക്കാം. നമ്മുടെ ഈ ഒരു ടൈമിൽ, നമ്മുടെ ചൈനയിൽ വിപ്ലവം നടന്ന ടൈമിൽ ചൈന ഭരിച്ചിരുന്ന വംശം നോക്കിക്കോ, അത് മാഞ്ചു വംശമാണ് കേട്ടോ. മാഞ്ചു രാജവംശമാണ് ഭരിച്ചിരുന്നത്. ഇനി നമ്മുടെ ചൈനയിൽ കറുപ്പ് യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു ചോദിച്ചാൽ അത് ചൈനയും ബ്രിട്ടനും തമ്മിലായിരുന്നു കറുപ്പ് യുദ്ധം നടന്നത്. കറുപ്പ് യുദ്ധത്തിൻ്റെ വർഷം കൂടെ നോക്കി വെച്ചാൽ ഒന്നാം കറുപ്പ് യുദ്ധം നടന്നത് 1839 മുതൽ 1842 വരെയാണ് കേട്ടോ. ഒന്നാം കറുപ്പ് യുദ്ധം 1839 മുതൽ 1842 വരെയായിരുന്നു. നമ്മുടെ ചൈന ബ്രിട്ടൻ തമ്മിലായിരുന്നു. ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മുടെ നാൻകിങ് ഉടമ്പടിയാണ്. നാൻകിങ് ഉടമ്പടിയിലൂടെയാണ് ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിച്ചത്. ഇനി ഒന്നാം കറുപ്പ് യുദ്ധത്തിൻ്റെ ഫലമായിട്ട് ബ്രിട്ടൻ പിടിച്ചെടുത്ത ചൈനീസ് നഗരം ചോദിച്ചാൽ അത് ഹോങ്കോങ് ആണ് കേട്ടോ. ഒന്നാം കറുപ്പ് യുദ്ധത്തിൻ്റെ അവസാനത്തോടെ ബ്രിട്ടൻ പിടിച്ചെടുത്ത ചൈനീസ് നഗരമാണ് ഹോങ്കോങ്. ഈ ഹോങ്കോങ്ങിലാണ് നമ്മുടെ കുടവിപ്ലവം നടന്നത് കേട്ടോ. കുടവിപ്ലവം നടന്ന സ്ഥലം ചോദിച്ചാൽ ഹോങ്കോങ് ആണ്. ഇനി അതിനുശേഷം ഈ ഹോങ്കോങ് നമ്മുടെ ചൈനയ്ക്ക് തിരികെ കിട്ടിയ വർഷം ചോദിച്ചാൽ അത് 1997 തിരികെ കിട്ടിയത്. ഇനി രണ്ടാം കറുപ്പ് യുദ്ധം നടന്നത് 1856 മുതൽ 60 വരെയാണ്. രണ്ടാം കറുപ്പ് യുദ്ധമാണെങ്കിൽ 1856 മുതൽ 60 വരെയാണ് നടന്നത്. തുറന്ന വാതിൽ നയം നമ്മുടെ ചൈനയിൽ നടപ്പിലാക്കിയ വേറൊരു സംഭവമാണ് തുറന്ന വാതിൽ നയം. അത് നടപ്പിലാക്കിയത് ഏത് രാജ്യമെന്ന് ചോദിച്ചാൽ അമേരിക്കയാണ് തുറന്ന വാതിൽ നയം നടപ്പിലാക്കിയത്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ വരുവാണ്, ആധുനിക ചൈനയുടെ സൃഷ്ടാവാരെന്ന് ചോദിച്ചാൽ അത് സന്യാട്സൻ ആണ് കേട്ടോ. നമ്മുടെ ചൈനയിൽ റിപ്പബ്ലിക്കൻ വിപ്ലവം നടത്തിയ സന്യാട്സൻ ആണ് ആധുനിക ചൈനയുടെ സൃഷ്ടാവ് എന്നറിയപ്പെടുന്നത്. ഇനി നൂതന ചിന്തകൾ ഏറ്റുമുട്ടട്ടെ, 100 പൂക്കൾ വിരിയട്ടെ, അങ്ങനെ ഒരു കോട്ട് പറഞ്ഞത് ആരാന്ന് ചോദിച്ചാൽ നൂതന ചിന്തകൾ ഏറ്റുമുട്ടട്ടെ, 100 പൂക്കൾ വിരിയട്ടെ എന്ന കോട്ട് പറഞ്ഞത് ആരാന്ന് ചോദിച്ചാൽ അത് മാവോ സേതുങ് ആണ് കേട്ടോ. ഇനി അടുത്ത നമ്മുടെ ചൈനീസ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് ബോക്സർ കലാപം. ബോക്സർ കലാപം നടന്ന വർഷം ചോദിച്ചാൽ 1900 ആണ് കേട്ടോ. ബോക്സർ കലാപം നടന്നത് 1900. ഇനി നമ്മുടെ സന്യാട്സൻ്റെ ഒരു പാർട്ടി ഉണ്ട്. ദക്ഷിണ ചൈനയിൽ സന്യാട്സൻ്റെ നേതൃത്വത്തിൽ റിപ്പബ്ലിക്കൻ ഭരണം സ്ഥാപിച്ചൊരു പാർട്ടി ഉണ്ട്. അത് കുമിന്താങ് പാർട്ടിയാണ് കേട്ടോ. ഏത് പാർട്ടിയാണെന്ന് ചോദിച്ചാൽ കുമിന്താങ് പാർട്ടിയാണ്. അതുപോലെ തന്നെ സന്യാട്സൻ പ്രാധാന്യം നൽകിയ ആശയങ്ങൾ ചോദിച്ചാൽ സന്യാട്സൻ്റെ 3 പ്രിൻസിപ്പിൾസ് ഒക്കെ അറിയപ്പെടും. അത് ദേശീയത, ജനാധിപത്യം, സോഷ്യലിസമാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടും പഠിച്ചിരിക്കണം, മാറിപ്പോകരുത്. ദേശീയത, ജനാധിപത്യം, സോഷ്യലിസമാണ്. ഇനി സന്യാട്സൻ മരിച്ച ഡേറ്റും പഠിക്കണം. അത് 1925. സന്യാട്സൻ മരിച്ചത് എന്ന് ചോദിച്ചാൽ 1925. അതിനുശേഷം നമ്മുടെ കുമിന്താങ് പാർട്ടീൻ്റെ നേതൃത്വം അത് ഏറ്റെടുത്തത് ചിയാങ് കൈഷക് ആണ് കേട്ടോ. ചിയാങ് കൈഷക്.
ഇനി ചൈനയിൽ സൈനിക ഏകാധിപത്യ ഭരണത്തിന് തുടക്കം കുറിച്ച ആളാരെന്ന് ചോദിച്ചാൽ അത് ചിയാങ് കൈഷക്കാണ്. ഇനി അടുത്തൊരു ഇയറാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ട വർഷം ചോദിച്ചാൽ 1921 ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിൻ്റെ പ്രധാന നേതാവ് ചോദിച്ചാൽ അത് മാവോ സീതുങ്ങാണ്. അപ്പോൾ കുറേ ഇയറുകൾ നമ്മുടെ വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഉണ്ട്, അതുപോലെ അത് ബന്ധപ്പെട്ട നേതാക്കളുണ്ട്, അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. ഇനി അടുത്തതാണ് നമ്മൾ ലോങ് മാർച്ചിനെ പറ്റി പറയാൻ പോകുന്നത്. 1934 നടന്നതാണ് ലോങ് മാർച്ച്, ഒക്ടോബർ 16 കേട്ടോ. 1936 ഒക്ടോബർ 16 നടന്നതാണ് മാവോ സേതുവിൻ്റെ നേതൃത്വത്തിൽ. ഇനി മാവോ സേതുങ് രൂപീകരിച്ച സൈന്യം ഒന്ന് നോക്കിക്കോ, അത് ചുവപ്പ് സേനയാണ് കേട്ടോ. മാവോ സേതുങ്ങിൻ്റെ സൈന്യമാണെങ്കിൽ ചുവപ്പ് സേനയാണ്. 1937 കമ്മ്യൂണിസ്റ്റുകൾ മാവോയുടെ നേതൃത്വത്തിൽ തെക്കൻ ചൈനയിലെ ക്യാങ്സിയിൽ നിന്ന് പടിഞ്ഞാറ് യെനാനിൽ വരെയായിരുന്നു ഇവരുടെ ആ ഒരു യാത്ര നടന്നത്. ഏകദേശം 12,000 കിലോമീറ്റർ സഞ്ചരിച്ചാണ് മാവോ സേതു നേതൃത്വത്തിൽ ധാരാളം കൃഷിഭൂമികളും അനേകം ഗ്രാമങ്ങളും പ്രഭുക്കന്മാരിൽ നിന്ന് പിടിച്ചെടുത്ത് കർഷകർക്ക് നൽകിയ യാത്രയാണ് ലോങ് മാർച്ച് കേട്ടോ. അപ്പോൾ അതിന് മൈലല്ല കിലോമീറ്റർ നോക്കുക. 12,000 കിലോമീറ്ററാണ് നമ്മുടെ മാവോ സേതു താണ്ടിയത് കേട്ടോ. 12,000 കിലോമീറ്റർ. ഓക്കെ. ഇനി അടുത്തത് നമ്മുടെ ജപ്പാൻ ചൈന ആക്രമണം 1937 ഈ ജപ്പാൻ നമ്മുടെ ചൈനനെ ആക്രമിച്ചപ്പം കുമിന്താങ് പാർട്ടി നമ്മൾ പറഞ്ഞിരുന്നല്ലോ, നമ്മുടെ ചിയാങ് കൈഷക്കിൻ്റെ കയ്യിലെത്തിയപ്പോഴത്തേനും അതൊരു സ്വേച്ഛാധിപത്യമായിട്ടുള്ള അധികാരത്തിലേക്ക് പോയി, അധികാരത്തിലേക്ക് പോയി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ കുമിന്താങ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് ആരുടെയാണ്, നമ്മുടെ മാവോ സേതുവിൻ്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് 1921 വന്നു. അപ്പോൾ അവർ തമ്മിൽ എന്തായിരുന്നു, അവർ തമ്മിൽ ഒരു ആഭ്യന്തര യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ടൈമിലൊക്കെ. പക്ഷേ 1937 ജപ്പാൻ ചൈനനെ ആക്രമിച്ചപ്പോൾ അവരുടെ ആ ഒരു സംഭവം അവരുടെ ഇടയിലുള്ള ഫ്രിക്ഷനൊക്കെ മറന്നിട്ട് രണ്ടുപേരുടെ ഒരുമിച്ച് യുദ്ധത്തിൽ പങ്കെടുത്തു. പക്ഷേ അതിനുശേഷം 1945 ജപ്പാൻ പരാജയപ്പെട്ടതോട് കൂടിയിട്ട് ഈ കമ്മ്യൂണിസ്റ്റും അതുപോലെ തന്നെ നമ്മുടെ ഏത് പാർട്ടിയാണ്, കുമിന്താങ് പാർട്ടിയും കൂടി വീണ്ടും ആഭ്യന്തര യുദ്ധം ആരംഭിക്കുക ചെയ്തു കേട്ടോ. ഇതായിരുന്നു ഇതിൻ്റെ പശ്ചാത്തലം. ഇനിയും ഇയറുകളുണ്ട്. നമ്മുടെ കുമിന്താങ് ഗവൺമെൻറ്റിൻ്റെ ആസ്ഥാനമായ നാങ്കിങ് ജനകീയ സൈന്യം പിടിച്ചെടുത്തൊരു വർഷം കൂടെ. നമ്മൾ നാങ്കിങ് ഉടമ്പടി പഠിച്ചു അല്ലേ, ഫസ്റ്റ് കറുപ്പ് യുദ്ധമായിട്ട് ബന്ധപ്പെട്ട് അവസാനിക്കാൻ കാരണമായ ഉടമ്പടി എന്ന് പഠിച്ചു. അതുപോലെ തന്നെ കുമിന്താങ് ഗവൺമെൻറ്റിൻ്റെ ആസ്ഥാനമായിരുന്നു നാങ്കിങ് എന്ന്. ഈ നാങ്കിങ് ജനകീയ സൈന്യം പിടിച്ചെടുത്തു. ഏത് 1949 ഏപ്രിൽ 23 കേട്ടോ. ഏപ്രിൽ 23 ജനകീയ സൈന്യം പിടിച്ചെടുത്തു. കുമിന്താങ് ഭരണത്തിൻ്റെ അധികാരം നഷ്ടമായതിനെ തുടർന്ന് ചിയാങ് കൈഷക്ക് രാഷ്ട്രീയ അഭയം തേടി രാജ്യത്തോട് നോക്കുക, അത് തായ്വാനാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കുമിന്താങ് പാർട്ടീൻ്റെ ഒരു അന്ത്യം വന്നത്, അല്ലെങ്കിൽ നമ്മുടെ കുമിന്താങ് പാർട്ടീൻ്റെ അല്ലെങ്കിൽ ചിയാങ് കൈഷക്കിൻ്റെ നേതൃത്വത്തിലുള്ള കുമിന്താങ് പാർട്ടിൻ്റെ അന്ത്യം വന്നത് ജനകീയ സൈന്യം അവരെ നാങ്കിങ് പിടിച്ചെടുത്തത് കൂടിയിട്ടാണ്. അത് 1949 ഏപ്രിൽ 23 നാങ്കിങ് പിടിച്ചെടുത്തത്. അതിനുശേഷം നമ്മുടെ ചിയാങ് കൈഷക്ക് എങ്ങോട്ടേക്കാണ് പോയെന്ന് ചോദിച്ചാൽ തായ്വാനിലേക്കാണ് അഭയം പ്രാപിച്ചത്. അങ്ങനെ ചൈന മാവോ സേതുവിൻ്റെ നേതൃത്വത്തിൽ എന്തുണ്ടായി, ചൈന ജനകീയ റിപ്പബ്ലിക്കായിട്ട് മാറി, ജനകീയ ചൈനീസ് റിപ്പബ്ലിക്കായിട്ട് മാറി. ആ ഡേറ്റും പഠിക്കുക. 1949 ഒക്ടോബർ 1 ജനകീയ റിപ്പബ്ലിക്കായിട്ട് ചൈന മാവോ സേതുവിൻ്റെ നേതൃത്വത്തിലായത്. ഇനി നമ്മുടെ പിന്നെ ചൈനീസ് സാംസ്കാരിക വിപ്ലവമാണ്. അതിന് നേതൃത്വം കൊടുത്തത് നമ്മുടെ മാവോ സേതുങ് ആണ്. 1966 അത് നടന്നത്. ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം നടന്ന ഏത് വർഷമെന്ന് ചോദിച്ചാൽ അത് 1949. ഇപ്പോൾ ജനകീയ റിപ്പബ്ലിക് ആയത് മാവോ സേതുവിൻ്റെ നേതൃത്വത്തിലാണല്ലോ. അപ്പം നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ച മാവോ സേതുങ്ങിൻ്റെ നേതൃത്വത്തിലാണ് കമ്മ്യൂണിസ്റ്റ് വിപ്ലവം നടന്നത്. അത് 1949. എന്നാൽ റിപ്പബ്ലിക്കൻ വിപ്ലവമാണെങ്കിൽ സന്യാസിൻ്റെ നേതൃത്വത്തിൽ 1911 നടന്നത്. ഓക്കെ, അപ്പോൾ അതങ്ങനെ പഠിച്ച് വെക്കുക കേട്ടോ. പിന്നെ അവസാനം നമ്മുടെ മാവോ സേതുങ് അന്തരിച്ച വർഷം കൂടെ പഠിച്ചു. അത് 1976. നമ്മൾ സന്യാസൻ അന്തരിച്ചത് പഠിച്ചു 1925. ഇനി മാവോ അന്തരിച്ചത് 1976. പിന്നെ നമ്മുടെ ചിയാങ് കൈഷക്ക് എവിടേക്കാണ് അഭയം പ്രാപിച്ചത്, തായ്വാനിലേക്ക്. 1949 തായ്വാനിലേക്ക് അഭയം പ്രാപിച്ചു. അപ്പോൾ ഇതിൽ വർഷങ്ങൾ കൃത്യമായി പഠിക്കുക, നേതാക്കൾ ഏതൊക്കെ ടൈമിലുള്ളവരാണ്, എന്തൊക്കെയാണ് അവർ ചെയ്തത്, ഇതെല്ലാ സംഭവങ്ങളും, ബോക്സർ യുദ്ധം, കറുപ്പ് യുദ്ധം, തുറന്നവാതിൽ ഇതെല്ലാം പഠിച്ചിട്ട് പോവുക. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ പ്രതീക്ഷിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത്? 1944 ക്രിപ്സ് മെഷീൻ
ഇന്ത്യ സന്ദർശിച്ചു. അതെന്താണ്? തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് അല്ലേ. 1942 നമ്മുടെ ക്രിപ്സ് മിഷൻ ഇന്ത്യ സന്ദർശിച്ചത്. ഇനി 1946 ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയിലേക്ക് അയച്ച ക്യാബിനറ്റ് മിഷൻ 3 അംഗങ്ങളായിരുന്നു. അത് ശരിയാണ്. 46 തന്നെയാണ് ക്യാബിനറ്റ് മിഷൻ 3 അംഗങ്ങളായിരുന്നു. 1945 ബ്രിട്ടനിൽ അധികാരത്തിൽ വന്ന ലേബർ പാർട്ടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിനെ എതിർത്തു. അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. ലേബർ പാർട്ടി നമ്മുടെ ക്ലമന്റ് ആറ്റ്ലിൻ്റെ പാർട്ടിയാണ് ലേബർ പാർട്ടി. അവർ നമുക്ക് അനുകൂലമായിട്ടായിരുന്നു സ്വാതന്ത്ര്യം നൽകുന്നതിന് സപ്പോർട്ടായിരുന്നു. മൗണ്ട് ബാറ്റൻ പ്രഭുവാണ് ജൂൺ 3 പദ്ധതി തയ്യാറാക്കിയത്. മൗണ്ട് ബാറ്റൻ പദ്ധതി, ഡിക്കി ബേർഡ് പദ്ധതി, ജൂൺ 3 പദ്ധതി എന്നൊക്കെ അറിയപ്പെടുന്നത് മൗണ്ട് ബാറ്റൻ പദ്ധതി തന്നെയാണ്. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് ഏതാണ്? 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്രിപ്സ് മിഷനെ പറ്റി നോക്കാം. 2ാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ പിന്തുണ നേടാൻ ബ്രിട്ടീഷ് ഭരണകൂടം നിയോഗിച്ച കമ്മിറ്റിയായിരുന്നു ക്രിപ്സ് മിഷൻ. അപ്പോൾ എന്തിനാണ് ക്രിപ്സ് മിഷൻ വന്നത്? 2ാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ പിന്തുണ നേടാൻ വേണ്ടിയിട്ട്. ഇനി ക്രിപ്സ് മിഷൻ്റെ ചെയർമാൻ ചോദിച്ചാൽ സർ സ്റ്റാഫോർഡ് ക്രിപ്സ് ആണ്. ക്രിപ്സ് മിഷൻ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് വിൻസ്റ്റൺ ചർച്ചിലാണ് കേട്ടോ. വിൻസ്റ്റൺ ചർച്ചിൽ. ക്രിപ്സ് മിഷൻ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ആര്? വിൻസ്റ്റൺ ചർച്ചിലാണ് അയച്ചത്. ക്രിപ്സ് മിഷൻ ഇന്ത്യയിലേക്ക് അയച്ച വർഷം 1942 മാർച്ച് 22-നാണ് കേട്ടോ. ക്രിപ്സ് മിഷൻ ഇന്ത്യയിലേക്ക് അയച്ചത് 1942 മാർച്ച് 22-ന്. ക്രിപ്സ് മിഷൻ വന്ന ടൈമിൽ ഏത് വൈസ്രോയി ആയിരുന്നു ചോദിച്ചാൽ നമ്മുടെ ഓഗസ്റ്റ് ഓഫറിൻ്റെയൊക്കെ ടൈമിൽ വൈസ്രോയ ലിലിത്കോ പ്രഭുവാണ്. ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തുമ്പോൾ INCൻ്റെ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ അത് മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിരുന്നു. ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തുമ്പോൾ INCൻ്റെ പ്രസിഡന്റ്. തകർന്ന ബാങ്കിൽ മാറാൻ നൽകിയ പിൻതീയതിയിട്ട ചെക്ക് എന്ന് ക്രിപ്സ് മിഷനെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ഇനി ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ നിന്ന് മടങ്ങിയൊരു വർഷം ഉണ്ട്. അത് പഠിക്കുക. 1942 ഏപ്രിൽ 12-നാണ് മടങ്ങിയത്. അപ്പോൾ 1942 മാർച്ച് 22-ന് ക്രിപ്സ് മിഷൻ ഇന്ത്യയിലേക്ക് എത്തി. 1942 ഏപ്രിൽ 12-ന് ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ നിന്നും മടങ്ങിപ്പോയി. സൈമൺ കമ്മീഷനെ ഇന്ത്യയിലേക്ക് അയച്ചത് സ്റ്റാൻലി ബാൽഡുവിൻ ആണ് കേട്ടോ. സൈമൺ കമ്മീഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സ്റ്റാൻലി ബാൽഡുവിൻ ആണ്. എന്നാൽ നമ്മുടെ ക്രിപ്സ് മിഷനെ അയച്ചത് വിൻസ്റ്റൺ ചർച്ചിലുമാണ്. അത് രണ്ടും നോക്കി വെക്കാം. നമ്മുടെ ക്രിപ്സ് മിഷൻ്റെ പ്രധാന നിർദ്ദേശങ്ങൾ ഞാൻ ഒന്ന് വായിക്കാം. യുദ്ധാനന്തരം പുത്രികാ രാജപദവി കൊടുക്കുക. ഇന്ത്യക്ക് പുത്രികാ രാജപദവി കൊടുക്കുക. സ്വന്തമായി ഭരണഘടന എഴുതി തയ്യാറാക്കാനുള്ള അനുമതി കൊടുക്കുക. പ്രതിരോധം ഒഴികെ എല്ലാ വിഷയങ്ങളിലും ഇടപെട്ട് പ്രവർത്തിക്കാൻ ഒരു ഇടക്കാല സർക്കാരിനെ തിരഞ്ഞെടുക്കാനുള്ള അനുവാദം കൊടുക്കുക. എന്നാൽ എന്തുകൊണ്ട് ക്രിപ്സ് മിഷൻ പരാജയപ്പെട്ടെന്ന് ചോദിച്ചാൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രമുഖ രാഷ്ട്രീയ സംഘടനകൾ ഇതിനെ എതിർപ്പ് പ്രകടിപ്പിച്ചു. പാകിസ്ഥാൻ വാദം അംഗീകരിക്കാത്തതിനാൽ മുസ്ലിം ലീഗും ക്രിപ്സ് മിഷനെതിരായിരുന്നു. ക്രിപ്സ് മിഷന് ഗാന്ധിജിയുടെ പിന്തുണ നേടാനായില്ല. പിന്നെ ക്രിപ്സ് മിഷൻ എന്തായിരുന്നു? ഫുള്ള് ഇംഗ്ലീഷുകാരായിരുന്നു അല്ലേ. ഇതിൽ മലയാളിയല്ല, ഇന്ത്യക്കാരായിട്ടുള്ള ആരും ഉണ്ടായിരുന്നില്ല. അതും ഒരു കാരണം തന്നെയായിരുന്നു ക്രിപ്സ് മിഷൻ പരാജയപ്പെടാനുള്ളത്. ഇനി അടുത്ത് നമുക്ക് ക്യാബിനറ്റ് മിഷൻ നോക്കാം. ക്യാബിനറ്റ് മിഷൻ്റെ ഇയർ ചോദിച്ചാൽ 1946 മാർച്ച് 23-ആണ് കേട്ടോ. നമ്മൾ മറ്റേ ക്രിപ്സ് മിഷൻ വന്ന വർഷം എന്നാണ് പഠിച്ചത്. 1942 മാർച്ച് 22 പഠിച്ചു. ക്യാബിനറ്റ് മിഷൻ എത്തിയത് 1946 മാർച്ച് 23 കേട്ടോ. അതാ 46-നെ ഒന്ന് /2 ചെയ്ത് കഴിഞ്ഞാൽ 23 കിട്ടത്തില്ലേ. അപ്പോൾ അങ്ങനെ നോക്കിക്കോ. മാർച്ച് 23-ആണ്. ക്യാബിനറ്റ് മിഷൻ്റെ തലവൻ ആരെന്ന് ചോദിച്ചാൽ പെറ്റ്വിക് ലോറൻസ് ആണ്. ക്യാബിനറ്റ് മിഷൻ്റെ തലവനാണ് പെറ്റ്വിക് ലോറൻസ്. ഇനി മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ ക്യാബിനറ്റ് മിഷനത് ഇന്ത്യയിലെ അധികാര കൈമാറ്റത്തെക്കുറിച്ച് ചർച്ച ചെയ്യുക എന്നതായിരുന്നു ക്യാബിനറ്റ് മിഷൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തുമ്പോൾ ഇവിടുത്തെ വൈസ്രോയ് ആയിരുന്നു ചോദിച്ചാൽ ഈ ടൈമിൽ വേവൽ പ്രഭു ആയിരുന്നു. നമ്മുടെ നാവിക കലാപമൊക്കെ ബോംബെയിൽ നടക്കുമ്പോഴും ആര് തന്നെയായിരുന്നു? വേവൽ പ്രഭു ആയിരുന്നു. ഇനി ക്യാബിനറ്റ് മിഷൻ നിർദ്ദേശപ്രകാരം നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഇടക്കാല ഗവൺമെൻറ് അധികാരത്തിലേറ്റ വർഷം നോക്കിക്കോ. അത് 1946 സെപ്റ്റംബർ 2-നാണ് കേട്ടോ. ക്യാബിനറ്റ് മിഷൻ്റെ നേതൃത്വത്തിൽ എന്ത് വന്നു? ഇടക്കാല ഗവൺമെൻറ് വന്നു 1946 സെപ്റ്റംബർ 2-ന് ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ. ഇനി 1946 സെപ്റ്റംബറിൽ നിലവിൽ വന്ന ഇടക്കാല മന്ത്രിസഭയുടെ തലവൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് വേവൽ പ്രഭുവാണ്. 1946 സെപ്റ്റംബറിൽ ഇടക്കാല ഗവൺമെൻറ് തലവൻ വേവൽ പ്രഭു ആയിരുന്നു. 1946 സെപ്റ്റംബറിൽ നിലവിൽ വന്ന ഇടക്കാല ഗവൺമെൻറ് വൈസ് പ്രസിഡന്റ് ആയിരുന്നു നമ്മുടെ ആര്? ജവഹർലാൽ നെഹ്റു വൈസ് പ്രസിഡന്റ് ആയിരുന്നു ഇടക്കാല ഗവൺമെൻറ്റിൻ്റെ. ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരം ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരം ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ച വർഷം നമുക്കറിയാലോ. 1946 ഡിസംബർ 6-നാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. ഇനി ക്യാബിനറ്റ് മിഷൻ റിപ്പോർട്ട് സമർപ്പിച്ചൊരു ഡേറ്റ് ഉണ്ട്, അതുകൂടെ പഠിച്ചു വെക്കുക. 1946 മെയ് 16-നാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. റിപ്പോർട്ട് സമർപ്പിച്ചതിനൊക്കെ ശേഷമാണ് നമ്മുടെ ആര് വന്നത്? നമ്മുടെ
കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിച്ചത് കേട്ടോ. ഇനി നമ്മുടെ ക്യാബിനറ്റ് മിഷനിലെ മറ്റംഗങ്ങളെയും കൂടെ പഠിക്കാം. അത് സർ സ്റ്റാഫോർഡ് ക്രിപ്സും AV അലക്സാണ്ടറുമാണ് മറ്റംഗങ്ങൾ കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാൻ നോക്കാം, നിങ്ങൾ പറയാനായിട്ട് നോക്കുക, കാണാതെ പറഞ്ഞു നോക്കുക. ക്യാബിനറ്റ് മിഷൻ നിർദ്ദേശപ്രകാരം നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഇടക്കാല ഗവൺമെൻറ് അധികാരത്തിലേറ്റ വർഷം എന്നാണ്? 1946 സെപ്റ്റംബർ 2-നാണ്. ഇനി ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയ വർഷം ചോദിച്ചാൽ അത് 1946 മാർച്ച് 23-നാണ്. അതിനുശേഷം നമ്മുടെ ക്യാബിനറ്റ് മിഷൻ റിപ്പോർട്ട് സമർപ്പിച്ച വർഷം ചോദിച്ചാൽ 1946 മെയ് 16-നും. ഇനി ക്യാബിനറ്റ് മിഷൻ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിച്ച വർഷം ചോദിച്ചാൽ 1946 ഡിസംബർ 6-നുമാണ്. ഓക്കെ, ആ ടൈമിൽ നമ്മുടെ അതുപോലെ തന്നെ ഇടക്കാല ഗവൺമെൻറ് തലവൻ വേവൽ പ്രഭു, ഇടക്കാല ഗവൺമെൻറ് വൈസ് പ്രസിഡൻ്റ് ആയിരുന്നു നമ്മുടെ ജവഹർലാൽ നെഹ്റു എന്ന് പഠിക്കാം. ഓക്കെ, ഇനി നമ്മൾ 1945 അധികാരത്തിൽ വന്ന ലേബർ പാർട്ടി, 1945 ലേബർ പാർട്ടി വന്നു കേട്ടോ. ക്രിപ്സ് മിഷൻ്റെ സമയത്ത് വിൻസെൻ്റ് ചർച്ചിലായിരുന്നു. വിൻസെൻ്റ് ചർച്ചിലിൻ്റെ പാർട്ടി ചോദിച്ചാൽ കൺസർവേറ്റീവ് പാർട്ടിയാണ്. പക്ഷേ 1945 ആയപ്പോഴത്തേക്കും നമ്മുടെ ലേബർ പാർട്ടി, നമ്മുടെ ക്ലെമൻ്റ് ആറ്റിൽ ലേബർ പാർട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ക്യാബിനറ്റ് മിഷൻ ടൈമിൽ ആരാണെന്ന് ചോദിച്ചാൽ ക്ലെമൻ്റ് ആറ്റിലെയാണ്. ഇനി മൗണ്ട് ബാറ്റൻ പദ്ധതി അറിയാം, അത് ജൂൺ 3-ന് നടന്നതാണ്. ഓക്കെ, നമുക്ക് അതോടെ ഒന്ന് നോക്കിയേക്കാം. അതായിട്ട് ഇങ്ങനെ എന്തിനാണ് മാറ്റിവെക്കുന്നതല്ലേ, മൗണ്ട് ബാറ്റൻ പദ്ധതിയും കൂടെ നോക്കിയേക്കാം. മൗണ്ട് ബാറ്റൻ പ്രഭു ഇന്ത്യയിലെത്തിയ വർഷമുണ്ട്, അത് 1947 മാർച്ച് 22-ആണ്. ഇത് പഠിക്കാൻ വലിയ കുഴപ്പമൊന്നുമില്ല. ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തിയ വർഷം അല്ലെങ്കിൽ ഡേറ്റാണ് മാർച്ച് 22. അപ്പോൾ 1947 മാർച്ച് 22-ആണ് മൗണ്ട് ബാറ്റൻ ഇന്ത്യയിലേക്ക് എത്തിയത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനും വിഭജനത്തിനുമായി മൗണ്ട് ബാറ്റൻ തയ്യാറാക്കിയ പദ്ധതി ആണ് നമ്മുടെ ഡിക്കി ബേർഡ് പദ്ധതി, ജൂൺ 3 പദ്ധതി, അല്ലെങ്കിൽ അതിന് വേറൊരു പേരുണ്ട് ബാൽക്കൻ പദ്ധതി കേട്ടോ, ബാൽക്കൻ പദ്ധതി. അപ്പോൾ ബാൽക്കൻ പദ്ധതി എന്തുമായിട്ട് ബന്ധപ്പെട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൗണ്ട് ബാറ്റൻ പദ്ധതിൻ്റെ വേറെ പേരാണ് ബാൽക്കൻ പദ്ധതി. ബാൽക്കൻ പ്ലാനിൻ്റെ മറ്റു പേരുകളാണ് നമ്മുടെ ഈ ജൂൺ 3-ഉം ഡിക്കി ബേർഡും മൗണ്ട് ബാറ്റൻ പദ്ധതി എന്നൊക്കെ അറിയപ്പെടുന്ന വേറെ പേരാണ്. ഇനി ബാൽക്കൻ പദ്ധതി ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച വ്യക്തി ചോദിക്കും. ഈ ബാൽക്കൻ പദ്ധതി ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച വ്യക്തി ആ ടൈമിലെ ബ്രിട്ടീഷിൻ്റെ പ്രൈം മിനിസ്റ്ററായ ക്ലെമൻ്റ് ആറ്റ്ലിയാണ് ഇത് അവതരിപ്പിച്ചത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി നിർണ്ണയിക്കാൻ മൗണ്ട് ബാറ്റൻ ചുമതലപ്പെടുത്തിയ വ്യക്തി ആരാണ്? നമ്മൾ ആ പേരിലാണ് അതിർത്തി അറിയപ്പെടുന്നത്. സിറിയൽ റാഡ്ക്ലിഫിനെയാണ് നിയമിച്ചത്. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി അറിയപ്പെടുന്നത് റാഡ്ക്ലിഫ് രേഖ എന്നാണ്. ഇനി പാകിസ്ഥാനെ സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിച്ച വർഷം എന്നാണ്? 1947 ഓഗസ്റ്റ് 14-നാണ്. ഇന്ത്യ ഓഗസ്റ്റ് 15-ന് സ്വാതന്ത്ര്യം കിട്ടി ഇന്ത്യക്ക്. ഇനി നമ്മുടെ പാകിസ്ഥാൻ്റെ ആദ്യ ഗവർണർ ജനറൽ ആരാന്ന് ചോദിച്ചാൽ അത് മുഹമ്മദ് അലി ജിന്നയാണ് കേട്ടോ, പാകിസ്ഥാൻ്റെ ആദ്യ ഗവർണർ ജനറൽ. ഇനി ഇന്ത്യ ഒരു സ്വതന്ത്ര രാഷ്ട്രമാകാൻ കാരണമായ നിയമം ചോദിച്ചാൽ അത് 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ആണ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റ് അവതരിപ്പിച്ച ഡേറ്റ് നോക്കിക്കോ, അത് 1947 ജൂലൈ 4-നാണ് അവതരിപ്പിച്ചത്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റ് അവതരിപ്പിച്ചത് ജൂലൈ 4-നാണ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് നിയമം ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയത് 1947 ജൂലൈ 18-നാണ്. അപ്പം അവതരിപ്പിച്ച ജൂലൈ 4-നും പാർലമെൻറ്റ് പാസ്സാക്കിയത് ജൂലൈ 18-നുമാണ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നിലവിൽ വന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഡേറ്റാണ് 47 ഓഗസ്റ്റ് 15-ന് നിലവിൽ വന്നു. ഇനി നമ്മുടെ പാകിസ്ഥാൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ ലിയാഖത്ത് അലി ഖാൻ കേട്ടോ. പാകിസ്ഥാൻ്റെ ആദ്യത്തെ ഗവർണർ ജനറൽ മുഹമ്മദ് അലി ജിന്നയും പാകിസ്ഥാൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രി ആണെങ്കിൽ അത് ലിയാഖത്ത് അലി ഖാനുമാണ്. ഇനി ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നമ്മൾ 47 ഓഗസ്റ്റ് 15-ന് എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്? അതായത് ഓഗസ്റ്റ് 15-നുള്ള ഡേറ്റ് മൗണ്ട് ബാറ്റൻ തിരഞ്ഞെടുക്കപ്പെട്ട ഡേറ്റാണ്. എന്തുകൊണ്ടാണ് മൗണ്ട് ബാറ്റൻ ആ ഒരു ഡേറ്റ് തിരഞ്ഞെടുക്കാൻ കാരണമായത്? അതിനൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്റ്റ് ഉണ്ട്, അത് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് വരിക, അല്ലെങ്കിൽ ഞാൻ ഇനിയുള്ള എൻ്റെ വീഡിയോസിൽ ഞാൻ അതിനെ പറ്റിയിട്ട് പറയുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. താഴെ തന്നിരിക്കുന്നവയിൽ വിഭാഗത്തിലെ ബന്ധം മനസ്സിലാക്കി ബി വിഭാഗം ഉത്തരം കണ്ടെത്തുക. കാൺപൂരിൽ നമ്മുടെ റിവോൾട്ട് ഓഫ് 1857 ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. കാൺപൂരിലെ നാനാ സാഹിബ് ആണെങ്കിൽ ആരാ? ബീഹാറിലുള്ള ആരിൽ ആരാണ്? ഡൽഹിയിലെ ബഹദൂർ ഷാ ആണെങ്കിൽ ബറോട്ട് പർഗാനയിൽ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കാൺപൂരിലെ നാനാ സാഹിബ് ആണെങ്കിൽ ആരിൽ ആരാണ്? കൻവർ സിംഗ് ആണ്. ഡൽഹിയിൽ ബഹദൂർ ഷാ ആണെങ്കിൽ ബറോട്ട് പർഗാനിൽ ആരാണ്? നമ്മുടെ ഷാമാലാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ, ഓപ്ഷൻ സി ആണ്.
അപ്പം നമ്മുടെ 1857 കലാപത്തിലേക്ക് നയിച്ച ഡൽഹൌസിൻ്റെ കുറച്ച് നിയമങ്ങളുണ്ട്. ഡൽഹൌസി കുറച്ച് നിയമങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ഇയർ പഠിക്കണം. ഇനി അതിലൊന്നാമതാണ് ദത്തവകാശ നിരോധന നിയമം. ദത്തവകാശ നിരോധന നിയമം നമ്മുടെ ഡൽഹൌസി കൊണ്ടുവന്ന വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1848 ദത്തവകാശ നിരോധന നിയമം. എന്നിട്ട് അടുത്തത് റിലീജിയസ് ഡിസബിലിറ്റീസ് നിയമം. റിലീജിയസ് ഡിസബിലിറ്റീസ് നിയമമാണെങ്കിൽ അത് 1850 കൊണ്ടുവന്നത്. റിലീജിയസ് ഡിസബിലിറ്റീസ് നിയമം. പോസ്റ്റ് ഓഫീസ് നിയമം കൊണ്ടുവന്നത് 1854 പോസ്റ്റ് ഓഫീസ് നിയമം. അതുപോലെ ഹിന്ദു വിധവ പുനർവിവാഹ നിയമമാണെങ്കിൽ 1856 ഹിന്ദു വിധവ പുനർവിവാഹ നിയമം. ഇനി ജനറൽ സർവീസ് എൻലിസ്റ്റ്മെൻറ്റ് ആക്ട് ആണെങ്കിൽ അതും 1856 ജനറൽ സർവീസ് എൻലിസ്റ്റ്മെൻറ്റ് ആക്ട്. ഓക്കെ, അപ്പോൾ 1848 എന്തായിരുന്നു നമ്മുടെ ദത്തവകാശ നിരോധന നിയമം. 1850 റിലീജിയസ് ഡിസബിലിറ്റി നിയമം. 1854 പോസ്റ്റ് ഓഫീസ് നിയമം. 1856 രണ്ടെണ്ണം ഉണ്ട്. ഹിന്ദു വിധവ പുനർവിവാഹ നിയമമുണ്ട്. ജനറൽ സർവീസ് എൻലിസ്റ്റ്മെൻറ്റ് ആക്റ്റുമുണ്ട്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു റെയർ ഫാക്റ്റ് ഉണ്ട്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം വ്യാപിക്കാത്ത പ്രദേശങ്ങൾ നോക്കിക്കോ. അത് പഞ്ചാബ്, ബോംബെ, മദ്രാസ് ആണ് കേട്ടോ. നമ്മുടെ സ്വാതന്ത്ര്യ സമരം കൂടുതലായിട്ടും സൗത്തിലേക്ക് വ്യാപിച്ചിട്ടില്ല. അതിലവർ എടുത്തു പറഞ്ഞ കുറച്ച് പ്രദേശങ്ങളാണ് പഞ്ചാബ്, ബോംബെ, മദ്രാസ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് പ്രസ്ഥാനങ്ങളാണ് അല്ലെങ്കിൽ ഏത് പ്രസ്താവനകളാണ് തെറ്റായിട്ടുള്ളത്? 1946 ഡിസംബർ 10 ഐക്യരാഷ്ട്ര സംഘടനയുടെ പൊതുസഭ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തി. ലോക വ്യാപാര സംഘടന 1995 ജനുവരി 1 പ്രവർത്തനം ആരംഭിച്ചു. ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്കിലാണ്. ഇതിൽ തെറ്റായിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. തെറ്റായിട്ടുള്ള പ്രസ്താവന 1ഉം 3ഉം ആണ് കേട്ടോ. 1ഉം 3ഉം ഇതിൽ തെറ്റാണ്. ഓക്കെ, ഇതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാൻ കാരണം നമ്മുടെ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊക്ലമേഷൻ നടത്തിയ വർഷം 1946 അല്ല 48 കേട്ടോ. 1948 ഡിസംബർ 10 നടത്തിയത്. ഡിസംബർ 10 നമ്മൾ ഹ്യൂമൻ റൈറ്റ്സ് ഡേ ആയിട്ട് ഇതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ആചരിക്കുന്നുണ്ട്. ഇനി ലോക വ്യാപാര സംഘടന 1995 ജനുവരി 1 പ്രവർത്തനം ആരംഭിച്ചു. ഈ ഡേറ്റിൽ തന്നെയാണ് ഇന്ത്യ ഇതിൽ അംഗമായതും. ഇനി ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്ക് അല്ല. ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ചോദിച്ചിട്ടുള്ളത് ജനീവയിലാണ്. ഇനി ലോക വ്യാപാര സംഘടനയെ ബന്ധപ്പെട്ടൊരു കറണ്ട് അഫെയർ പറയാം. അതിൻ്റെ ഡയറക്ടർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ ഒഗൻജു ഇവാലയാണ് കേട്ടോ. ഒഗൻജു, അതിൻ്റെ ഫുൾ നെയിം ആദ്യം പറയാം. ലോക വ്യാപാര സംഘടനയുടെ മുൻഗാമിയായിട്ട് അറിയപ്പെടുന്ന സംഘടന ഏതാണ്? ലോക വ്യാപാര സംഘടന മുൻഗാമിയായിട്ട് അറിയപ്പെടുന്ന സംഘടനയാണ് ഗാട്ട് കേട്ടോ. ജനറൽ എഗ്രിമെൻറ്റ് ഓൺ ട്രേഡ് ആൻഡ് താരിഫ്. ഗാട്ടാണ് അതിൻ്റെ മുൻഗാമിയായിട്ട് അറിയപ്പെടുന്നത്. ഈ ഗാട്ട് വന്ന വർഷം എന്താണെന്ന് ചോദിച്ചാൽ 1948 ജനുവരി 1 ഗാട്ട് വന്നത്. 1948 ജനുവരി 1 അതിനുശേഷം അത് ഡിസോൾവ് ചെയ്തിട്ടാണ് നമ്മുടെ ലോക വ്യാപാര സംഘടന വന്നത്. ഓക്കെ, ലോക വ്യാപാര സംഘടനയുടെ ഡയറക്ടർ ജനറലാണ് ഗ്നോസി ഒഗൻജു ഇവാല കേട്ടോ. ഗ്നോസി അല്ലെങ്കിൽ നോസി ഒഗൻജോ ഇവാലയാണ് ഇതിൻ്റെ ഡയറക്ടർ ജനറൽ കേട്ടോ. നോസി ഒഗൻജു ഇവാലയാണ്. പിന്നെ ഗാട്ട് പഠിക്കുക. ജനറൽ എഗ്രിമെൻറ്റ് ഓൺ ട്രേഡ് ആൻഡ് താരിഫാണ്. ഗാട്ടിൻ്റെ ഫുൾ ഫോം പഠിച്ചു കഴിഞ്ഞാൽ ജനറൽ എഗ്രിമെൻറ്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ് കേട്ടോ. അത് കറക്റ്റായിട്ട് പഠിക്കുക കേട്ടോ. ജനറൽ എഗ്രിമെൻറ്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ് ആണ് ഗാട്ടിൻ്റെ ഫുൾ ഫോം വന്നിട്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. കരിമ്പ് കൃഷി, പരുത്തി കൃഷി തുടങ്ങിയവയ്ക്ക് അനുയോജ്യമായ കറുത്ത പരുത്തി മണ്ണ് ഉണ്ടാകുന്നത് ഏത് പാറ പൊടഞ്ഞിട്ടാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അതിൻ്റെ ആൻസർ ബസാൾട്ടാണ് കേട്ടോ. ബസാൾട്ട് പാറ പൊടഞ്ഞിട്ടുള്ളതാണ് ഇതിനുള്ള പരുത്തി കൃഷിക്കുള്ള കറുത്ത മണ്ണിൻ്റെ അനുയോജ്യമായിട്ടുള്ളത് മണ്ണ്. ഇനി ഈ ബസാൾട്ട്, ഗ്രാനൈറ്റ് എന്നൊക്കെ പറയുന്നത് ഏത് ടൈപ്പ് ശിലകൾക്ക് ഉദാഹരണമാണെന്ന് ചോദിച്ചാൽ ഇഗ്നിയസ് റോക്ക് അല്ലെങ്കിൽ ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണമാണ് ബസാൾട്ട്, ഗ്രാനൈറ്റ് പോലുള്ളത്. ഇനി ഈ കറുത്ത മണ്ണിനെ അറിയപ്പെടുന്ന വേറൊരു പേരാണ് ചെർണോസം കേട്ടോ. ചെർണോസം എന്നറിയപ്പെടുന്ന മണ്ണ് ചോദിച്ചാൽ അത് കറുത്ത മണ്ണാണ്. പരുത്തിക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള മണ്ണായതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ പരുത്തി മണ്ണെന്നറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ചെർണോസം എന്നും അറിയപ്പെടുന്നുണ്ട്. പിന്നെ ഒരു പോയിൻ്റോടെ പറഞ്ഞു കഴിഞ്ഞാൽ പരുത്തി കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണ് ചോദിച്ചു കഴിഞ്ഞാൽ കറുത്ത മണ്ണ് ഒബ്വിയസ്ലി ഉണ്ട്. കറുത്ത മണ്ണ് കൂടാതെ എക്കൽ മണ്ണും കൂടെ ഉണ്ട് കേട്ടോ. കറുത്ത മണ്ണും എക്കൽ മണ്ണും. ഇനി മണൽക്കല്ല്. ഈ മണൽക്കല്ല് എന്ന് പറയുന്നത് ഏത് ടൈപ്പ് കല്ലാണ്? നമ്മുടെ ആഗ്നേയശിലയുണ്ട്, അവസാദശിലയുണ്ട്, കായാന്തരശിലയുണ്ട്. ഇതിൽ ഈ മണൽക്കല്ല് വരുന്നത് ഏതിന് എക്സാമ്പിളായിട്ടെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ അവസാദശിലയാണ് കേട്ടോ. മണൽക്കല്ല് ഏതിന് എക്സാമ്പിളാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ അവസാദശിലയ്ക്ക് ഉദാഹരണമായിട്ടാണ് വരുന്നത്. അതേപോലെ ഈ ബസാൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ ആഗ്നേയശില,
കായാന്തര അത് ട്രാൻസ്ഫോർമേഷൻ വന്നിട്ട് ഒരു കായാന്തരശിലയായിട്ട് മാറും. ഏത് കായാന്തരശിലയായിട്ട് മാറുന്നതെന്ന് ചോദിച്ചാൽ അത് ഷിസ്റ്റാണ് കേട്ടോ. ബസാൾട്ട് ഷിസ്റ്റായിട്ട് രൂപാന്തരപ്പെടും. അതേപോലെ തന്നെ ഗ്രാനൈറ്റ് എന്തായിട്ട് മാറുമെന്ന് വെച്ചാൽ നൈസാവും. നൈസായിട്ട് മാറുന്നത് ഗ്രാനൈറ്റ് ആണ്. ഓക്കെ, അപ്പം നൈസും ഷിസ്റ്റും ഒക്കെ എന്താണ്, ഒരു കായാന്തരശിലയ്ക്ക് ഉദാഹരണമാണ്. അടുത്ത ദിവസം താഴെ കൊടുത്തിരിക്കുന്ന വാതകങ്ങളിൽ ഹരിതഗൃഹ പ്രവാഹത്തിന് കാരണമാകുന്നത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓസോൺ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ. ഇതിൽ ഹരിതഗൃഹ പ്രവാഹത്തിന് കാരണമാകുന്നത് ഏതാണെന്ന്, അതാണ് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡാണ് നമ്മുടെ ഹരിതഗൃഹ പ്രവാഹത്തിന് കാരണമാകുന്നത്. ഇനി ഹരിതഗൃഹ പ്രവാഹത്തിന് കാരണമാകുന്ന മറ്റ് വാതകങ്ങളാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, മീഥേൻ ഉണ്ട്, ഓസോണും ഉണ്ട് കേട്ടോ. ഓസോണും ഒരു പരിധിവരെ കാരണമാകുന്നുണ്ട്, പക്ഷെ കൂടുതലായിട്ടും കാരണമാകുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് തന്നെയാണ്. കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ ഉണ്ട്, നൈട്രസ് ഓക്സൈഡ് ഉണ്ട്, ഓസോൺ ഉണ്ട്, പിന്നെ അതുകൂടാതെ നീരാവി ഉണ്ട് കേട്ടോ. നീരാവിയും ഇതിന് കാരണമാകുന്നുണ്ട്. അതുപോലെ ഹരിതഗൃഹ പ്രവാഹം എന്ന ഇഫക്റ്റ്, ഹരിതഗൃഹ പ്രവാഹം എന്ന പ്രതിഭാസം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ചോദിച്ചാൽ അത് ജോസഫ് ഫോറിയർ ആണ് കേട്ടോ. ജോസഫ് ഫോറിയർ ആണ് കണ്ടുപിടിച്ചത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഉത്തര രാജസ്ഥാന് ജലസേചനത്തിന് വേണ്ടി നിർമ്മിച്ച ഇന്ദിരാ കനാൽ ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന്. ഉത്തര രാജസ്ഥാനിൽ ജലസേചനത്തിന് വേണ്ടിയുള്ള ഇന്ദിരാ കനാൽ ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ വരുന്നത് സത്ലജ് ആണ് കേട്ടോ. ഓക്കെ, നമുക്ക് ഇന്ദിരാഗാന്ധി കനാലിനെ പറ്റി കുറച്ച് ഫാക്റ്റുകൾ നോക്കാം. ഇന്ദിരാഗാന്ധി കനാൽ ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്ന നെയിമാണ് രാജസ്ഥാൻ കനാൽ എന്ന്. ഇന്ദിരാഗാന്ധി കനാൽ ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്ന പേര് ചോദിച്ചാൽ അത് രാജസ്ഥാൻ കനാലാണ്. ഇനി ഇന്ദിരാഗാന്ധി കനാലിൻ്റെ ആരംഭ പോയിന്റ് അത് എവിടെ നിന്നാണ് ആരംഭിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് ഹരിക്കെ ബാരേജിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഇന്ദിരാഗാന്ധി കനാൽ എവിടെ നിന്നാണ് ആരംഭിക്കുന്നത്? ഹരിക്കെ ബാരേജ്, പഞ്ചാബിലുള്ള ഹരിക്കെ ബാരേജിൽ നിന്ന് ആരംഭിച്ചിട്ട് താർ മരുഭൂമി, രാജസ്ഥാനിലുള്ള താർ മരുഭൂമിയിൽ ഇത് എൻഡ് ചെയ്യുന്നു. അപ്പോൾ ഹരിക്കെ ബാരേജിൽ നിന്ന് ആരംഭിക്കുന്നു, താർ മരുഭൂമിയിൽ എൻഡ് ചെയ്യുന്നു. ഇതിൻ്റെ പേര് നമ്മുടെ ഇന്ദിരാഗാന്ധി കനാൽ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട ഡേറ്റ് 1984. നമ്മുടെ ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ട 1984 നവംബർ 2 രാജസ്ഥാൻ കനാലിന് ഇന്ദിരാഗാന്ധി കനാൽ എന്ന പേര് മാറ്റിയത്. ഇനി ഇന്ദിരാഗാന്ധി കനാലിൻ്റെ നിർമ്മാണം തുടങ്ങിയ വർഷം 1958 നിർമ്മാണം തുടങ്ങിയത്. ഓക്കെ, അത് പഠിച്ചാൽ മതി. 1958 നിർമ്മാണം തുടങ്ങി, പേര് പുനർനാമകരണം ചെയ്തത് 1984 നവംബർ 2. സത്ലജ്, ബിയാസ് ഒരു നദിയും കൂടെ ഉണ്ട് കേട്ടോ. സത്ലജ് അല്ലെങ്കിൽ ബിയാസ്, ഈ രണ്ട് നദികളുടെ സംഗമ സ്ഥാനത്തെ ഹരിക്കെ ബാരേജിൽ നിന്ന് ഇത് ഉത്ഭവിച്ച് അല്ലെങ്കിൽ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് താർ മരുഭൂമി വരെയാണ് ഇത് എൻഡ് ചെയ്യുന്നതെന്നും കൂടി പഠിക്കാം. ഇതിൻ്റെ ടോട്ടൽ നീളം കൂടെ നോക്കാം. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കനാലാണ് ഇന്ദിരാഗാന്ധി കനാൽ. ടോട്ടൽ നീളം എന്ന് പറയുന്നത് 650 കിലോമീറ്റർ, അതല്ലെങ്കിൽ 400 മൈൽ കേട്ടോ. 650 കിലോമീറ്റർ അല്ലെങ്കിൽ 400 മൈലാണ്. ഓക്കെ, നമ്മൾ ഈ സത്ലജ്, ബിയാസ് നദികളെ പറ്റി പറയുമ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പറയേണ്ട വേറൊരു സാധനമാണ് നമ്മുടെ സിന്ധു നദീജല കരാർ. സിന്ധു നദീജല കരാർ ഏത് വർഷമാണ് ഒപ്പിട്ടതെന്ന് ചോദിച്ചാൽ 1960. സിന്ധു നദീജല കരാർ ഒപ്പിട്ടത് 1960. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലായിരുന്നു ഒപ്പിട്ടത്. അതിൻ്റെ ഭാഗമായിട്ട് സിന്ധു നദീൻ്റെ കുറച്ച് കൈവഴി അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് ട്രിബ്യൂട്ടറീസ് നമുക്ക് കിട്ടുകയും കുറച്ച് ട്രിബ്യൂട്ടറീസ് പാകിസ്ഥാന് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് സത്ലജ്, ബിയാസ്, രവി എന്നീ 3 നദികളാണ് ഇന്ത്യക്ക് കിട്ടിയത് കേട്ടോ. ഏതൊക്കെയാണ് കിട്ടിയത്? സത്ലജ്, ബിയാസ് പിന്നെ നമുക്കറിയാമല്ലോ പൂർണ്ണമായിട്ടും ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദിയാണ്, അപ്പോൾ നമുക്ക് വേറെ അവർക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ സത്ലജും ബിയാസും രവിയുമാണ് ഇന്ത്യക്ക് കിട്ടിയെന്ന് ആലോചിക്കുക. ബാക്കി സിന്ധു ഒക്കെ അവർക്ക് പോയി, പാകിസ്ഥാന് പോയിട്ടുണ്ട്. ചെനാബൊക്കെ പാകിസ്ഥാന് പോയതാണ്. സത്ലജാണ് ഏറ്റവും നമ്മുടെ ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദികളിൽ ഏറ്റവും വലുത് ചോദിച്ചാൽ അത് സത്ലജാണ്. ഏറ്റവും ചെറുതാണെങ്കിൽ ബിയാസാണ്. പക്ഷേ നമ്മുടെ സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദിയാണെങ്കിൽ അത് ചെനാബാണ്. ഇനി ഇന്ത്യയിലൂടെ മാത്രം ഒഴുകുന്ന നദിയാണ് നമ്മുടെ സിന്ധുവിൻ്റെ പോഷക നദി ചോദിച്ചാൽ അത് ബിയാസാണ്. അതേപോലെ ഇന്ത്യയിൽ നിന്നും ഉത്ഭവിക്കാത്ത സിന്ധുവിൻ്റെ പോഷക നദി ചോദിച്ചാൽ അത് സത്ലജാണ്. സത്ലജ് ഉത്ഭവിക്കുന്നത് ടിബറ്റിൽ നിന്നാണ് സത്ലജ് ഉത്ഭവിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഉത്ഭവിക്കാത്ത നദി ചോദിച്ചാൽ സത്ലജാണ്. അപ്പോൾ സത്ലജും ബിയാസും രവിയുമാണ് നമുക്ക് ഇന്ത്യക്ക് 1960 സിന്ധു നദീജല കരാർ പ്രകാരം ഇന്ത്യക്ക് കിട്ടിയതെന്നും കൂടി ആലോചിച്ച് വെക്കാം. ഓക്കെ, നമുക്ക് അടുത്ത ദിവസത്തിലോട്ട് പോകാം. പളനിമലയിൽ സ്ഥിതി ചെയ്യുന്ന ഹിൽ സ്റ്റേഷൻ ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പളനിമലയിൽ സ്ഥിതി ചെയ്യുന്ന ഹിൽ സ്റ്റേഷൻ ഏതാണെന്ന്. കൊടൈക്കനാലാണ് കേട്ടോ. അപ്പോൾ പളനിമലയിൽ സ്ഥിതി ചെയ്യുന്ന ഹിൽ സ്റ്റേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊടൈക്കനാലാണ് ആൻസർ ആയിട്ട് വരുന്നത്. കൊടൈക്കനാൽ.
അപ്പോൾ നമ്മുടെ അബു ഹിൽസ് അത് എവിടെ സ്ഥിതി ചെയ്യുന്നതാണ്? അബു ഹിൽസ്, മൗണ്ട് അബു, അത് എവിടെയാണെന്ന് ചോദിച്ചാൽ ആരവലി ഹിൽസിലാണ് കേട്ടോ. മൗണ്ട് അബു സ്ഥിതി ചെയ്യുന്നത് ആരവലി ഹിൽസിലാണ്. ഈ പച്മാർഹി ആണെങ്കിൽ സത്പുരയിൽ സ്ഥിതി ചെയ്യുന്നതാണ് പച്മാർഹി. സത്പുരയുടെ റാണി എന്നൊക്കെ അറിയപ്പെടുന്നത് പച്മാർഹിയാണ്. മധ്യപ്രദേശിൽ സ്ഥിതി ചെയ്യുന്നതാണ്. മധ്യപ്രദേശിലെ സത്പുരയിൽ സ്ഥിതി ചെയ്യുന്ന ഹിൽ സ്റ്റേഷൻ വെച്ചുള്ളത് പച്മാർഹിയാണ്. ഇനി ഓരോ നമ്മുടെ സത്പുരയിലെ കൊടുമുടി, ആരവലിൻ്റെ കൊടുമുടി, ഇതെല്ലാം ഒരു ഷോർട്സ് ആയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ അതെടുത്ത് കാണുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ യൂണിയൻ ടെറിട്ടറി ഏതാണെന്ന്? ഇന്ത്യയിലെ ഏറ്റവും ചെറിയ യൂണിയൻ ടെറിട്ടറിയാണ് ഏത്? നമ്മുടെ ലക്ഷദ്വീപാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ യൂണിയൻ ടെറിട്ടറി എടുത്തു കഴിഞ്ഞാൽ അത് ലക്ഷദ്വീപാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 2023 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ലഭിച്ച മെഡലുകളുടെ എണ്ണം. 2023 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ലഭിച്ച മെഡലുകളുടെ എണ്ണമാണ് 107 കേട്ടോ. 107 മെഡലുകൾ ഇന്ത്യക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ എക്സ്പ്ലനേഷനും ബാക്കി ക്വസ്റ്റ്യൻസും നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ.